പെൺകുഞ്ഞ് ജനിച്ചതിന്റെ പേരിൽ മർദ്ദിച്ചുവെന്ന് പരാതി. ഭർത്താവിനെതിരെ പുത്തൻകുരിശ് സ്വദേശിനിയും കുടുംബവുമാണ് പരാതിയുമായി രംഗത്തെത്തിയത്. പെൺകുട്ടി ജനിച്ചപ്പോൾ മുതലാണ് മർദ്ദിച്ചു തുടങ്ങിയത്. പ്രസവത്തിന് ശേഷം 28ാം ദിവസം യുവതിയെ കട്ടിൽ നിന്ന് ഭർത്താവ് വലിച്ചു താഴെയിട്ടു. ആശുപത്രിയിലെത്തിയപ്പോൾ അപസ്മാരം വന്നു വീണ് പരിക്കേറ്റതാണെന്ന് ഡോക്ടറോട് കളവ് പറഞ്ഞു. കൊല്ലുമെന്ന് പലതവണ ഭീഷണിപ്പെടുത്തി. ഭർത്താവ് അന്ധവിശ്വാസിയെന്നും അസുഖം വരുമ്പോൾ ആശുപത്രിയിൽ പോകുന്നതിന് പകരം പൂജകൾ ചെയ്യിക്കുമെന്നും യുവതി പറയുന്നു. ആജ്ഞ രവീന്ദ്രന്റെ റിപ്പോർട്ട്. പെൺകുഞ്ഞ് ജനിച്ചതിന്റെ പേരിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായിരിക്കുകയാണ് എറണാകുളം പുത്തൻകുരിശ് സ്വദേശിനിയായ യുവതിയും കുടുംബവും ഇപ്പോൾ ഭർത്താവ് ഗിരീഷിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നിരന്തര പീഡനമാണ് പെൺകുഞ്ഞ് ജനിച്ചതുമായി ബന്ധപ്പെട്ട്. അത് നിരന്തരം ആരോപിച്ച് പെൺകുഞ്ഞായിപ്പോയത് കൊണ്ട് എന്നുള്ള കാരണം പറഞ്ഞ് തന്നെ ആ സ്ത്രീയെ മർദ്ദിക്കുന്നത് നിരന്തരമായിരിക്കുകയാണ്. പല തവണയായി കുടുംബം ക്ഷമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെയും ഫലവത്തായില്ല എന്ന് വേണം പറയാൻ. വിവാഹം കഴിഞ്ഞ നാളുകളിലൊക്കെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് യുവതി പറയുന്നുണ്ട്. അതേസമയം ജനിച്ചത് പെൺകുട്ടിയായതുകൊണ്ട്, അതായത് ആൺകുഞ്ഞിനെ ആയിരുന്നു തനിക്ക് വേണ്ടിയിരുന്നത്, പെൺകുഞ്ഞായിപ്പോയതുകൊണ്ട് ഈ ചിലവുകളേറെയാണ്, അത് പറ്റില്ല, ആ ചിലവുകളൊക്കെ ഈ യുവതിയുടെ വീട്ടിൽ നിന്ന് വാങ്ങണം എന്ന് തന്നെയാണ് ഈ ഭർത്താവ് നിഷ്കർഷിക്കുന്നത്. പലതവണയായി സ്ത്രീധനത്തിൻ്റെ പേരിൽ മർദ്ദനമായി. പിന്നീട് അതുമാത്രമല്ല, ഈ യുവതി അപസ്മാരത്തിന് ചികിത്സയിലിരിക്കുന്ന യുവതിയാണ്. ഫിറ്റ്സ് വരുമ്പോഴൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോകുമ്പോഴൊക്കെയും അതിൽ നിന്ന് ചിലവാകുന്ന പൈസ വീട്ടുകാരുടെ കയ്യിൽ നിന്നും ഈടാക്കുന്ന രീതിയാണ് ഭർത്താവ് ഗിരീഷിൻ്റേത്. എന്തായാലും അങ്കമാലി സ്വദേശി ആയ ഗിരീഷിനെതിരെ, ഭർത്താവിനെതിരെ പെൺകുട്ടിയുടെ വീട്ടുകാരും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. അതിക്രൂര മർദ്ദനമാണ് തൻ്റെ നേരെ ഭർത്താവ് അതിക്രൂര മർദ്ദനത്തിനാണ് തന്നെ ഇരയാക്കിയിരിക്കുന്നതെന്ന് പെൺകുട്ടി ആവർത്തിച്ച് പറയുന്നു. അയാൾ എന്നെ വടിയും കൊണ്ട് അടിക്കും. തലയുടെ ഇവിടെ സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ആ സ്റ്റിച്ചിട്ട് തല ചോര ഒലിച്ച് ആശുപത്രിയിലൊക്കെ ആയിട്ട് ആയിരുന്നു. അതിൻ്റെ ബില്ലുണ്ടായിരുന്നു, അതെല്ലാം കത്തിച്ച് കളഞ്ഞു. പെൺകുട്ടി ജോലിക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കുന്ന സാഹചര്യമുണ്ട്. അതായത് BAയും TTCയും ഉള്ള പെൺകുട്ടിയാണ്. എന്തെങ്കിലും ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് താനെന്ന് പറഞ്ഞപ്പോഴും ഈ പെൺകുട്ടിക്ക് പറ്റിയ ജോലി വേശ്യാവൃത്തിയാണെന്ന് ഭർത്താവ് പറയുന്നത് അങ്ങേയറ്റം മാനസിക ബുദ്ധിമുട്ട് തനിക്ക് ഉണ്ടാക്കിയെന്നും പെൺകുട്ടി പറയുന്നുണ്ട്. എനിക്ക് ജോലിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം പറയുന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് വേശ്യം എനിക്ക് പോണതാണ് ഇതായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് എന്നെ അസഭ്യവാക്യങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് ഇതാവും. അപ്പം അതുതന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമൊക്കെ ആവാറുണ്ട്. അതിനുശേഷവും പെൺകുട്ടിക്ക് പീരീഡ്സ് വൈകിയപ്പോൾ വീണ്ടും ഗർഭിണി ആവുകയാണോ എന്ന് ചോദിച്ച് ഭർത്താവ് വീണ്ടും പെൺകുട്ടിയെ മർദ്ദിക്കുന്ന സാഹചര്യവും നിരന്തരം ഉണ്ടായിട്ടുണ്ടെന്ന് പെൺകുട്ടിയുടെ വീട്ടുകാരും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നമ്മൾ 14-ാം തീയതി പിന്നെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതിന് മുമ്പ് രണ്ടാമത് പീരീഡ്സ് ആയില്ല. എല്ലാ മാസം പീരീഡ്സ് ആവണമാണ്. ആ പീരീഡ്സിന് ചിലപ്പോൾ ലേറ്റ് ആയിട്ടാണ് ആവാറ്. കഴിഞ്ഞ മാസം കുറച്ച് ലേറ്റ് ആയിട്ടാണ്, ഈ മാസം പീരീഡ്സ് ആയില്ല. അപ്പോൾ എന്താണ് പീരീഡ്സ് ആവാത്ത, എന്താണ് പീരീഡ്സ് ആവാത്ത ഈ വയറുമ്പോൾ പിടിച്ച് അടിവയറ്റിലിട്ട് അതൊക്കെ ഏത് അച്ഛനും അമ്മയും സഹിക്കണേ. പലതവണയായി നിരന്തര പീഡനത്തിനിരയായ ശേഷമാണ് പെൺകുട്ടിയും വീട്ടുകാരും പോലീസിൽ പരാതി നൽകിയതും. എന്തായാലും അങ്കമാലി പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭർത്താവ് ഗിരീഷിനെ വിളിച്ച് മൊഴിയെടുത്തിട്ടുണ്ട്. എന്തായാലും ഗിരീഷ് നിലവിൽ സ്ഥലത്തില്ല, ഒളിവിലാണ് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്നിരുന്നാലും കേസുമായി മുന്നോട്ട് പോവുക തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം.